അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാ? ബ്രിക്കാണല്ലേ സ്റ്റാർട്ട് ചെയ്തത്. ബ്രിക്ക് എന്താണെന്ന് പഠിച്ചു. അതുപോലെ എന്താ പഠിച്ചത്? ബ്രിക്കും സ്റ്റോണും തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചത്? ബ്രിക്കിൻ്റെ കോമ്പോസിഷൻസ്, ബ്രിക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കി. അവർക്ക് എത്ര പെർസെൻറ്റേജ് വരെ ആഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കി. പിന്നെയാണ് നമ്മൾ മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്കിനെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയത് അല്ലേ? ബ്രിക്കിനെ എങ്ങനെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്? ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. ക്ലേ ആദ്യം പ്രിപ്പയർ ചെയ്തെടുക്കണം അല്ലേ? ആദ്യം നമ്മൾ ക്ലേ ആണ് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്. ക്ലേ പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏതാ? അൺസോയിലിങ്, ഡിഗ്ഗിങ്, ക്ലീനിങ്, വെതറിങ്, ബ്ലെൻഡിങ്, ടെമ്പറിങ്. ഇങ്ങനെ 6 സ്റ്റെപ്പ് ചെയ്തിട്ടാണ് ക്ലേ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? അതിനുശേഷം നമ്മൾ ടെമ്പറിങ് ആണ് ലാസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് അല്ലേ? ഈ ടെമ്പറിങ് ചെയ്യുന്നത് ഏതിലാ? ഞാൻ ഇന്നലെ പറഞ്ഞു പഗ് മിൽ. കണ്ടോ ഫിഗറിൽ കണ്ടോ മില്ല്? എൻ്റെ പേരെന്താണ്? പഗ് മിൽ. പഗ് മില്ലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെമ്പറിങ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പോർഷൻ നോക്കിയേ, ക്ലേ ഫീഡ്. കണ്ടോ, ഒരു ട്യൂബ് കാണിച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലേ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് ക്ലേ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതായത് ടെമ്പറിങ് ചെയ്യാനായിട്ടുള്ള ക്ലേ ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലൂടെയാണ്. കണ്ടോ, ക്ലേ ഫീഡ് കണ്ടോ? അതിലൂടെയാണ് നമ്മൾ ടെമ്പറിങ് ചെയ്യാനായിട്ട് ക്ലേ ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെന്താണ് ഇതിലുള്ള പാർട്സൊക്കെ ഒന്ന് നോക്കിയേ. ഡ്രൈവിങ് ഗിയർ, അത് ആ മെഷീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടാണ് ഇരിക്കുന്നത്. എന്താണ്? ഡ്രൈവിങ് ഗിയർ. പിന്നെന്താ പറയുന്നത്? വെർട്ടിക്കൽ ബെയറർ മിക്സർ. ഇത് മിക്സ് ചെയ്യുന്നത് ടെമ്പറിങ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു, ടെമ്പറിങ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലേയിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്? ടെമ്പറിങ് ചെയ്യുമ്പോൾ അല്ലേ? ബ്ലെൻഡിങ് വിത്ത് ടെമ്പറിങ് അല്ലേ? അപ്പോൾ ആ സമയത്ത് മിക്സിങ് ചെയ്യാനായിട്ടാണ് എന്ത്? വെർട്ടിക്കൽ ബെയറർ മിക്സർ ഉള്ളത്. കണ്ടോ, ബ്ലേഡുകൾ പോലെ. അതിൻ്റെ ബ്ലേഡും കാണിച്ചിട്ടുണ്ട് താഴെ. ക്ലിയർ ആയോ? പിന്നെന്താണ്? പ്രോസസ്സിങ് സ്ക്രൂ. അതും ഈ ബ്ലേഡ് പോലെ തന്നെ നിങ്ങൾ പല മെഷീനുകളും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ താഴെയുള്ള സ്ക്രൂ എന്താണ് അതിൻ്റെ പേര്? പ്രോസസ്സിങ് സ്ക്രൂ. ഇവിടെ വേറൊരു കാര്യം കൊണ്ട് വെച്ചിട്ടുണ്ട്, ഡ്രൈവിംഗ് പുള്ളി. എന്താ പുള്ളി? പുള്ളിയെ കേട്ടിട്ടുണ്ടോ? അതന്നെ, അതാണ് എന്ത്? ഡ്രൈവിംഗ് പുള്ളി. മെഷീൻസിലൊക്കെ പുള്ളികൾ ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെന്താണ്? ആ ഡ്രൈവിംഗ് പുള്ളീനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ഫ്രെയിം. ഇത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ പഗ് മിൽ എന്ന് പറയുന്ന ഒരു പോർഷൻ വരുന്നുണ്ട്. ഞാൻ ഫിഗർ കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നുള്ളൂ. ഓക്കെ. ആ ഡ്രൈവിംഗ് പുള്ളീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടിംഗ് ഫ്രെയിമും കൂടിയും കൊടുത്തിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് താങ്ങി നിർത്താനായിട്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് എന്ത്? എക്സ്ട്രൂഡിങ് മോൾഡ്. ഇത് എക്സ്ട്രൂഡിങ് മോൾഡ് ഈ മിക്സ് ചെയ്ത് വരുന്ന ക്ലേ വരുന്ന സ്ഥലം, അതിനാണ് എന്ത് പറയുക? എക്സ്ട്രൂഡിങ് മോൾഡ്. അതായത് ഈ ടെമ്പറിങ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് കഴിഞ്ഞ് വരുന്ന ക്ലേ പുറത്തേക്ക് വരുന്ന പോർഷനാണ് എന്ത്? എക്സ്ട്രൂഡിങ് മോൾഡ് എന്ന് പറഞ്ഞ പോർഷൻ. കണ്ടോ, ഇവിടെ ഏരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഇതുവഴിയാണ് എന്ത് വരിക? നമ്മൾ ടെമ്പറിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ക്ലേ പുറത്തേക്ക് വരിക. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ഇവിടെ അവസാനിക്കുകയാണ്. അതായത് ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് ചെയ്യുന്നതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത്? പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. അതിലെ 6 സ്റ്റെപ്പും ഇപ്പോൾ കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പാണ് എന്ത്?
ഈ ടെമ്പറിങ് കഴിഞ്ഞ് വരുന്ന ക്ലേ നമ്മൾ എന്ത് ചെയ്യണം? മോൾഡ് ചെയ്യണം. എന്താ മോൾഡ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ സോപ്പൊക്കെ മോൾഡ് ചെയ്യൂലേ? അതായത് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്ന പ്രോസസ്സ്, അതിനാണെന്ന് പറയുക മോൾഡ് എന്ന് പറയും. മോൾഡ് എന്ന് വെച്ചാൽ എന്താ? അതിന് ഷേപ്പ് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അല്ലേ? അതിനെ ഏത് ഷേപ്പിലേക്കാണ് ആക്കേണ്ടത് അതിലേക്ക് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് എന്ത്? മോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അടുത്ത് വരുന്നതാണ് മോൾഡിങ്. ദ ക്ലേ വിച്ച് ഈസ് പ്രിപ്പയർഡ് ആസ് എബോവ് ഇൻ ദം സെൻറ്റ് ഫോർ ദി നെക്സ്റ്റ് ഓപ്പറേഷൻ ഓഫ് മോൾഡിങ്. അതായത് ഈ ടെമ്പറിങ് കഴിഞ്ഞ് വന്നിട്ടുള്ള ക്ലേ നെക്സ്റ്റ് ഓപ്പറേഷനായിട്ടുള്ള എന്തിന് പ്രിപ്പയർ ചെയ്യണം? മോൾഡിങ്ങിന് പ്രിപ്പറേഷൻ ചെയ്ത് കൊടുക്കണം. എന്താ? ഫോളോയിങ് ആർ ദി 2 ways ഓഫ് മോൾഡിങ്. അപ്പോൾ നമുക്കറിയാം 2 way എന്താ? രണ്ട് രീതിയുണ്ട് എന്തിന്? മോൾഡിങ്ങിന്. നോട്ട് ചെയ്യുക, 2 രീതിയുണ്ട് മോൾഡിങ് ചെയ്യാനായിട്ട്. ഏതൊക്കെയാണ് 2 രീതി? ഏതാണ് 2 രീതി നോക്കിയേ? ഹാൻഡ് മോൾഡിങ്ങും മെഷീൻ മോൾഡിങ്ങും. 2 രീതിയുണ്ട്, ഹാൻഡ് മോൾഡിങ്ങും മെഷീൻ മോൾഡിങ്ങും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നമുക്കൊരു മോൾഡിങ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സോപ്പ് പറഞ്ഞ പോലെ സോപ്പ് നമുക്ക് ഹാൻഡ് മോൾഡിങ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതാകുമ്പോൾ ചെറിയ ചെറിയ യൂണിറ്റുകളിലൊക്കെ ആകുമ്പോൾ ഈ ഹാൻഡ് മോൾഡിങ് ആയിരിക്കും ചെയ്യുക. പക്ഷേ വലിയ വലിയ യൂണിറ്റുകളിലും ഫാക്ടറികളിലും എന്തായിരിക്കും? മെഷീൻ മോൾഡിങ് ആയിരിക്കും പ്രിഫർ ചെയ്യുക അല്ലേ? അതേപോലെ തന്നെയാണ് ഈ ബ്രിക്കിൻ്റെ കേസിലും. ബ്രിക്ക് 2 രീതിയിൽ മോൾഡിങ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹാൻഡ് മോൾഡിങ്ങും മറ്റൊന്ന് മെഷീൻ മോൾഡിങ്ങും. ക്ലിയർ ആയോ? അതിൽ ഹാൻഡ് മോൾഡിങ് എന്താ പറയുന്നത്? ഇൻ ഹാൻഡ് മോൾഡിങ് ദ ബ്രിക്സ് ആർ മോൾഡ് ബൈ ഹാൻഡ്, ദാറ്റ് ഈസ് മാനുവലി. അതായത് കൈ ഉപയോഗിച്ചുകൊണ്ട് മാനുവലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രിക്കിനെ മോൾഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അതായത് ഓരോ ലേബേഴ്സ് ആയിരിക്കാം, ഓരോ വ്യക്തികളായിരിക്കാം ഹാൻഡ് മോൾഡിങ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മെഷീൻ്റെ ഒരു ഹെൽപ്പും ഇല്ലാതെ മാനുവലി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഹാൻഡ് മോൾഡിങ്. ക്ലിയർ? ഇറ്റ് ഈസ് അഡോപ്റ്റഡ് വെർ മാൻ പവർ ഈസ് ചീപ്പ് ആൻഡ് ഈസ് റെഡി അവൈലബിൾ ഫോർ ദി മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് ബ്രിക്ക് ഓൺ എ സ്മോൾ സ്കെയിൽ. അതായത് എന്താ? മാൻ പവർ നമുക്ക് അവൈലബിൾ ആണ്. അതും നമുക്കറിയാം മെഷീൻ മോൾഡിങ് ചെയ്യുന്നതിനെക്കാട്ടും എളുപ്പം നമുക്ക് ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഹാൻഡ് മോൾഡിങ് എന്ന് പറയുന്നത്. നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? ഒരു മെഷീൻ പ്രവർത്തിക്കുന്നതിൻ്റെ ആവശ്യമില്ല അല്ലേ? മനുഷ്യന്മാർ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? അതായത് ഒരു സ്മോൾ യൂണിറ്റ്, അതാണ് സ്മോൾ സ്കെയിൽ എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്ന? അവിടെ ചെറിയ ക്വാണ്ടിറ്റികൾ അല്ലേ? ചെറിയ ക്വാണ്ടിറ്റികൾ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? സ്മോൾ സ്കെയിൽ. കണ്ടോ? ക്ലിയർ ആയോ? അതായത് മാൻ പവർ ചീപ്പായിട്ടുള്ള സിറ്റുവേഷനിൽ, അതായത് അത് അവൈലബിൾ ആവുന്ന സമയത്ത് ഒരു ചെറിയ ക്വാണ്ടിറ്റി ഒക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹാൻഡ് മോൾഡിങ് യൂസ് ചെയ്യാം. ഇപ്പോൾ വലിയ വലിയ മെഷീൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് മാത്രമേ ചെയ്യാനുള്ളൂ. ആ വലിയ മെഷീനിലിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? നഷ്ടമാണ് സംഭവിക്കുക അല്ലേ? ആ വലിയ മെഷീൻ അവിടെ പ്രവർത്തിക്കണം, പക്ഷെ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ അല്ല, അതൊരു നഷ്ടമല്ലേ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റികളാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഹാൻഡ് മോൾഡിങ് പ്രിഫർ ചെയ്യും. നോക്കുക, ദ മോൾഡ്സ് ആർ റെക്റ്റാങ്കുലർ boxes which open at top and bottom. They may be on wood or steel. എന്താ ഈ മോൾഡിൻ്റെ പ്രത്യേകത? നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുന്ന മോൾഡ് അതുപോലെ തന്നെയാണ്. എന്താ? റെക്റ്റാങ്കുലർ ബോക്സ് ആയിരിക്കാം. അതായത് സോപ്പിന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പുകളിൽ യൂസ് ചെയ്യും. റെക്റ്റാങ്കുലർ ആയിരിക്കാം, ചിലപ്പോൾ സർക്കിൾ ആയിരിക്കാം, ചിലപ്പോൾ ഓവൽ ഷേപ്പ് ആയിരിക്കാം. പക്ഷെ നമ്മൾ ബ്രിക്കിൻ്റെ കേസിൽ മോൾഡ് ചെയ്യാനായിട്ട് ഏത് യൂസ് ചെയ്യുന്നത്?
റെക്റ്റാങ്കുലർ ഷേപ്പിൽ, അതായത് നമ്മുടെ ബ്രിക്കിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് നമ്മൾ റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ബോക്സ് ആണ് എന്തിനു യൂസ് ചെയ്യുന്നത്, ബ്രിക്കിൻ്റെ മോൾഡിങ് ചെയ്യാനായിട്ട് മോൾഡായിട്ട് യൂസ് ചെയ്യുന്നത് റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്, അതായത് റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു ബോക്സാണ് യൂസ് ചെയ്യുന്നത്. ഈ ബോക്സിൻ്റെ പ്രത്യേകത എന്താ, ഓപ്പൺ അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം, അതായത് മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും എന്തായിരിക്കും, ഓപ്പൺ ആയിട്ടായിരിക്കും. ക്ലിയർ ആയോ? ഇത് ഏതൊക്കെ മെറ്റീരിയൽ ഉണ്ടാവും, വുഡ് ഓർ സ്റ്റീൽ, രണ്ട് മെറ്റീരിയലിലും കാണാറുണ്ട്. വുഡിലും കാണും, സ്റ്റീലിലും കാണും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫിഗർ? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. പാലിയേക്കര ഇതിൻ്റെ ഇതുണ്ടോ? കണ്ടോ മോൾഡുകള്? കണ്ടോ? ഇത് ഹാൻഡ് മോൾഡിങ്ങിൽ തന്നെ വരുന്ന ടേബിൾഡ് മോൾഡിംഗ് ആണ്. കണ്ടോ? അതായത് ഒരു ടേബിളിൻ്റെ ഷേപ്പിൽ, അതായത് 2 മീറ്ററും 1 മീറ്ററിൻ്റെയും, അതായത് 2 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുള്ള ടേബിൾ പോലുള്ള സെറ്റപ്പാണ്. കണ്ടോ? ഇതിൻ്റെ മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും ഓപ്പൺ ആയിട്ടല്ലേ ഇരിക്കുന്നത്. നമുക്ക് അറ്റ് എ ടൈം ഒരെണ്ണല്ല അതിൽ കൂടുതൽ എന്ത് ചെയ്യാം, ബ്രിക്കുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതാണ് ടേബിൾ മോൾഡിങ്. ഇതാണ് എന്ത്, സിംഗിൾ ആയിട്ടുള്ള മോൾഡിങ് വരുന്നത്. കണ്ടോ? ഹാൻഡ് മോൾഡിങ്ങിൽ വരുന്നത്. ക്ലിയർ ആയോ? ഇതാണ് ഗ്രൗണ്ട് മോൾഡഡ് എന്ന് പറയുക, അതായത് നമ്മൾ ഗ്രൗണ്ടിൽ വെച്ച് ചെയ്യുന്ന ഒരു സിംഗിൾ ആയിട്ടുള്ള മോൾഡ് വെച്ച് ചെയ്യുന്നത്. കണ്ടോ? ഒരെണ്ണം. ഇതൊക്കെ നിനക്ക് വീഡിയോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഇതുപോലെ ബ്രിക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ യൂട്യൂബിൽ നിന്ന് ലിങ്ക് അയക്കാം കേട്ടോ. ഇതിൻ്റെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. ഇതാണ് ഹാൻഡ് മോൾഡിങ്, അതായത് ഗ്രൗണ്ട് മോൾഡിങ് എന്ന് പറയും. നമ്മൾ ഗ്രൗണ്ടിൽ വെച്ച് ചെയ്യുന്ന പ്രോസസ്സ്. ഇത് ഞാൻ ആദ്യം കാണിച്ചു തന്നത് ഇതാണ് എന്ത്, ടേബിൾ മോൾഡിങ്. 2 ടൈപ്പ് മോൾഡിങ് വരുന്നുണ്ട് ഹാൻഡ് മോൾഡിങ്ങിൽ. എന്താ, ഗ്രൗണ്ട് മോൾഡിങ്ങും ടേബിൾ മോൾഡഡ് ബ്രിക്സും. ഒന്ന് ഗ്രൗണ്ട് മോൾഡഡും ഒന്ന് ടേബിൾ മോൾഡഡും. രണ്ടിനും പ്രത്യേകത കണ്ടോ? ടേബിൾ മോൾഡഡ് ആകുമ്പോൾ നമുക്ക് 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും വരുന്നുണ്ട്. ക്ലിയർ ആയോ? അതിൽ തന്നെ ഒന്നല്ല അതിൽ കൂടുതൽ ബ്രിക്കുകൾ നമുക്ക് അറ്റ് എ ടൈം മോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൽ നോക്കി 1 2 3 4 5 6 7 8 നോർമലായിട്ടുള്ള സൈസിലും പിന്നെ 2 എണ്ണം നമുക്ക് ഹാഫ് ബ്രിക്ക് ബാറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ? എന്താ, ഒന്ന് മ്യൂട്ട് ആക്കോ? ആരവിടെ സംസാരിച്ചോണ്ടിരിക്കണേ? ഇത് കാണൂല ഇങ്ങനത്തെ എന്താ? ഹലോ, ആരവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ആരാ സംസാരിച്ചോണ്ടിരിക്കുന്ന? ക്ലാസ്സിൽ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കല്ലേ. മ്യൂട്ടാക്കൂ. ഞാൻ കുറച്ചു നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 2 തരത്തിലുള്ള മോൾഡ്, ഹാൻഡ് മോൾഡിങ്ങിൽ തന്നെ 2 ടൈപ്പിലുള്ളത് പറഞ്ഞു. ഒന്ന് ഗ്രൗണ്ട് മോൾഡഡ് ബ്രിക്സും ഒന്ന് ടേബിൾ മോൾഡഡ് ബ്രിക്സും. ക്ലിയർ ആയോ? ഇപ്പോൾ ഫിഗർ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയില്ലേ? അതെ, ഇതൊരു സ്റ്റീലിൻ്റെ ആണ്. കണ്ടോ? സ്റ്റീലിൻ്റെ. ഇതിൽ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. വുഡൻ വരുന്നുണ്ട്, സ്റ്റീല് കണ്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അയേണിൻ്റെ വരുന്നുണ്ട്. കണ്ടോ? ഡിഫറെൻറ്റ് ടൈപ്സ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ 2 ടൈപ്പാണ് വരുന്നത്. ഹാൻഡ് മോൾഡിങ് എന്താണെന്നുള്ളത് നോക്കി. ഇതാണ് ഗ്രൗണ്ട് മോൾഡിൽ വരുന്നത്.
ഗ്രൗണ്ട് മോൾഡഡ് എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരു സിംഗിൾ മോഡലാണ് വരുന്നത്. ദ ഗ്രൗണ്ട് ഈസ് ഫസ്റ്റ് മെയ്ഡ് ലെവൽ ആൻഡ് ഫൈൻ സാൻഡ് ഈസ് സ്പ്രിങ്കിൾഡ് ഓവർ ഇറ്റ്. എന്നാൽ നമ്മൾ ആദ്യം ചെയ്യുക, നമുക്ക് ഗ്രൗണ്ടിൽ മോൾഡഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്താ ചെയ്യണ്ടേ, ആ ഗ്രൗണ്ട് ലെവലാക്കിയിട്ടതിന് ശേഷം എന്ത് ചെയ്യണം, ഫൈനായിട്ടുള്ള സാൻഡ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അതായത് ഫൈനായിട്ടുള്ള സാൻഡ് വിതറി കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടത്, നമ്മുടെ മോൾഡിൽ ക്ലേ ഉണ്ട് അല്ലേ, ആ ക്ലേ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഗ്രൗണ്ടിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സാൻഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കൂലേ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പ്രോസസ്സ് തന്നെ. ക്ലിയറായോ? The mold is dipped in water and placed over the ground. The lump of tempered clay is taken and it is dashed in the mold. ഈ മോൾഡ് എന്ത് ചെയ്യും, ആദ്യം മോൾഡിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഫില്ല് ചെയ്യല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്, അതായത് ആ മോൾഡ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുന്നു. അതും ഈ പറഞ്ഞ പോലെ ഈ ക്ലേ മോൾഡിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ മോൾഡിൽ ഈ ഫൈനായിട്ടുള്ള സാൻഡ് ഒന്ന് ഇട്ട് കൊടുത്താലും മതി. രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഫൈനായിട്ടുള്ള സാൻഡ് നമുക്കതിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ മോൾഡ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ക്ലിയർ? അതെന്തിനു വേണ്ടിയിട്ടാണ്, അതിന് ശേഷമാണ് നമ്മൾ ഈ ടാമ്പേർഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലേ നമ്മളിതിൽ ഡാഷ് ചെയ്യുന്നത്, അതായത് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന, മോൾഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന. ക്ലിയർ? അതിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ദ ക്ലേ ഈസ് പ്രസ്ഡ് ഓർ ഫോഴ്സ്ഡ് ഇൻ ദി മോൾഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ഫിൽസ് ഓൾ ദി കോർണേഴ്സ് ഓഫ് മോൾഡ്. ഈ മോൾഡിൽ നമ്മൾ ക്ലേ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ക്ലേ മോൾഡിൻ്റെ എല്ലാ കോർണേഴ്സിലേക്കും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നാലല്ലേ കറക്റ്റ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഈ കുട്ടികളൊക്കെ മറ്റേ ക്ലേ വെച്ചിട്ട് ഓരോ മോഡൽസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ, മോൾഡിൽ വെച്ചിട്ട്, അതേപോലെ തന്നെ. ഓക്കെ, മോൾഡ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കണം. അതിന് ശേഷം വേണം ആ ക്ലേ ആ മോൾഡിൽ ഫില്ല് ചെയ്യാനായിട്ട്. അതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ക്ലേ എല്ലാ കോർണറിലേക്ക് എത്തിക്കണം. ഓക്കെ, ദി എക്സ്ട്രാ ഓർ സർപ്ലസ് ക്ലേ ഈസ് റിമൂവ്ഡ് ഐദർ ബൈ വുഡൻ സ്റ്റിക്ക് ഓർ മെറ്റൽ സ്റ്റിക്ക് ഓർ ഫ്രെയിം വിത്ത് വയർ. അതായത് എന്ത് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഈ മോൾഡിൽ എക്സ്ട്രാ നിൽക്കുന്ന ക്ലേ ഉണ്ടായിരിക്കുമല്ലോ, പ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലും താഴെയും എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ക്ലേ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അങ്ങനെ ഒന്നില്ലെങ്കിൽ വുഡൻ സ്റ്റിക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെറ്റൽ സ്റ്റിക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വയർ ഫ്രെയിം കണ്ടിട്ടുണ്ടോ നിങ്ങൾ, വയർ ഫ്രെയിം, അതായത് ഒരു റാ ഷേപ്പിൽ ഒരു മെറ്റൽ ഉണ്ടായിരിക്കും, അതിന് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വയർ ഉണ്ടായിരിക്കും. കണ്ടിട്ടുണ്ടോ? അതായത് ഇതുപോലൊരു റാ ഷേപ്പിലുള്ള ഒരു ഇതുണ്ടായിരിക്കും, ഇതിവിടെ ഒരു മെറ്റൽ വരും, അല്ല ഒരു വയർ വരും. ആ വയർ വെച്ച് നമ്മളിങ്ങനെ വലിച്ചെടുക്കും അതിനെ. ഓക്കെ, എന്താ എന്താ ക്ലിയർ ആവുന്നില്ല. ആ ടങ് ക്ലീനർ പോലത്തെ അല്ല ഇത്, നോക്കാം ഫിഗർ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്ട്രാ മെറ്റീരിയൽ എടുത്ത് കളയാനുള്ള ഇതല്ലേ? ആ അതന്നെ, എക്സ്ട്രാ വരുന്ന സംഭവങ്ങൾ കട്ട് ചെയ്ത് കളയാനായിട്ട്. ഇതിൽ കറക്റ്റായിട്ട് കാണുന്നില്ല, വയർ ഫ്രെയിം വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പട്ടം പറത്തുന്നതോ?
ആ ടൈപ്പ് നമുക്ക് നല്ല കട്ടിയുള്ളത്. ഇതിൽ കറക്റ്റായിട്ട് കാണി ഞാൻ ഒരു ഫിഗർ കിട്ടുകയാണെങ്കിൽ ഞാൻ തരാം കേട്ടോ. അതായത് ഒരു ഹാക്സോ പോലെ ആയിരിക്കും അത് ഉണ്ടായിരിക്കുക. ഒരു ഹാക്സോൻ്റെ ഫ്രെയിം ആയിരിക്കും, ഇതുപോലെ ഒരു ഹാക്സോൻ്റെ ഫ്രെയിം പോലെ വരും. ഇവിടെ വയറായിരിക്കും ഉണ്ടായിരിക്കുക, മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ഇതാണ് ഹാൻഡിലായിട്ട് യൂസ് ചെയ്യുക. ഈ ഒരു പോർഷൻ നമ്മൾ ഹാൻഡിലായിട്ട് പിടിക്കും, എന്നിട്ട് ഈ വയർ ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കും. അപ്പോൾ ആ സമയത്ത് എക്സാക്സ് ആയിട്ടുള്ള ക്ലേ ഒക്കെ റിമൂവ് ആയി പോവും. ഓക്കെ, ഇതാണ് ഗ്രൗണ്ട് മോൾഡഡിൽ വരുന്നത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൗണ്ട് മോൾഡഡ് കഴിഞ്ഞ് പിന്നെ ഏതാ രണ്ടാമത്തെ പറഞ്ഞത്? ഗ്രൗണ്ട് മോൾഡഡ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ടേബിൾ മോൾഡഡ് ഇല്ലേ? ഹാൻഡ് മോൾഡിങ്ങിൽ തന്നെ. ഗ്രൗണ്ടഡ് കഴിഞ്ഞു. ഗ്രൗണ്ടഡും ടേബിളും ഇല്ലേ ഹാൻഡ് മോൾഡിങ്ങിൽ? ഹാൻഡ് മോൾഡിങ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, ഹാൻഡ് മോൾഡിങ്ങും മെഷീൻ മോൾഡിങ്ങും. അതുപോലെ ഹാൻഡ് മോൾഡിങ്ങിൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, ഗ്രൗണ്ട് മോൾഡഡും ടേബിൾ മോൾഡഡും. ഞാൻ ആ ഫിഗർ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക് മോൾഡിൻ്റെ? ആ, ടേബിൾ മോൾഡഡ് എന്താ വരുന്നത്? ദ പ്രോസസ് ഓഫ് മോൾഡിങ് ദീസ് ബ്രിക്സ് ഈസ് ജസ്റ്റ് സിമിലർ ആസ് എബോവ്. നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ സിമിലർ ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ എന്താണ്, ബട്ട് ഇൻ ദിസ് കേസ് ദ മോൾഡർ സ്റ്റാൻഡ്സ് നിയർ എ ടേബിൾ ഓഫ് സൈസ് അബൌട്ട് 2 മീറ്റർ ബൈ 1 മീറ്റർ. അതായത് ഞാൻ പറഞ്ഞ പോലെ 2 മീറ്ററിലും 1 മീറ്ററിൽ, അതായത് 2 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ വിഡ്ത്തുമുള്ള ഒരു ടേബിൾ പോലെയുള്ള ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാണ് ബ്രിക്കിൻ്റെ. നേരത്തെ കണ്ട പോലെ അതിൽ ഒരു 8 എണ്ണം ഒക്കെ കൺസിസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക? ആ, മോൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. മനസ്സിലായോ? ക്ലിയർ അല്ലേ? എന്താ? ദ ക്ലേ മോൾഡ് വാട്ടർ പോട്ട് സ്റ്റോക്സ് ബാഡ് സ്റ്റിക്സ് ആൻഡ് പാലറ്റ് ബോർഡ്സ് ആർ പ്ലേസ്ഡ് ഓൺ ദി ഫർദർ പ്രോസസ് ഓഫ് ഡ്രൈയിങ്. അതെന്താ? ഇതിൻ്റെ ഡ്രൈയിങ് പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഡ്രൈയിങ് നമുക്ക് പഠിക്കാനുണ്ട്, അതിൽ പഠിക്കാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ ചെയ്ത ഹാൻഡ് മോൾഡിങ് തന്നെയാണ്. ഇതിലെന്താണ്, ടേബിളിൻ്റെ സൈസ് അവർ തന്നിട്ടുണ്ട്. ഒരു ടേബിൾ രൂപത്തിലാണ് മോൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൈസ് തന്നിട്ടുണ്ട് 2 മീറ്റർ ബൈ 1 മീറ്റർ. അതായത് 2 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ വിഡ്ത്തുമുള്ള ഫ്രെയിമാണെന്ന്. ക്ലിയർ ആയോ? ഇതാണ് എന്തിൽ പഠിക്കാനുള്ളത്? ടേബിൾ മോൾഡിൽ പഠിക്കാനുള്ളത്. അടുത്ത മോൾഡിങ് ആണ് എന്ത്? അടുത്ത ടൈപ്പ് ഹാൻഡ് മോൾഡിങ് കഴിഞ്ഞാൽ മെഷീൻ മോൾഡിങ് ആണ്. മെഷീൻ മോൾഡിങ്ങിൽ പഠിക്കാനുള്ളത് നോക്കാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടല്ലോ ഇങ്ങനെ ഫോട്ടോ ഇടുന്നത്? നമ്മുടെ PPT ഒന്ന് ഓപ്പൺ ആവുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മെഷീൻ മോൾഡിങ് നോക്കാം. എന്താ മെഷീൻ മോൾഡിങ്? ദ മോൾഡിങ് മേ ഓൾസോ ബി അച്ചീവ്ഡ് ബൈ മെഷീൻസ്. അതായത് ഫുള്ളി നമ്മൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെഷീൻ മോൾഡിങ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ടൊന്നുമില്ല. ആ മെഷീനിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്? നമുക്ക് ടാമ്പറിങ് ചെയ്ത് കിട്ടിയ ക്ലേ നമ്മൾ ആ മെഷീനിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ചെയ്യുന്നത് ആരാണ്? മെഷീൻസാണ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് മെഷീനിൽ ഇട്ട് കൊടുക്കേണ്ട പണി മാത്രമേ വരുന്നുള്ളൂ. വേറെ ഒരു പണിയും നമുക്ക് ലേബർമാരോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒക്കെ എന്താണ് ചെയ്യുന്നത്? ഫുള്ളി ചെയ്യുന്നത് മെഷീൻസാണ്. ഓക്കെ, ഇറ്റ് പ്രൂവ്സ് ടു ബി എക്കണോമിക്കൽ വെൻ ബ്രിക്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി ആർ ടു ബി മാനുഫാക്ചേർഡ് അറ്റ് ദി സെയിം പോട്ട് ഇൻ എ ഷോർട്ട് ടൈം. ഈ മെഷീൻ മോൾഡിങ് നമ്മൾ എപ്പോഴാണ് പ്രിഫർ ചെയ്യുക? ഞാൻ നേരത്തെ ഹാൻഡ് മോൾഡിങ് എങ്ങനെ പ്രിഫർ ചെയ്യണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ്? നമുക്ക് ചെറിയ സ്കെയിലുള്ള സമയത്ത്, അതായത് ചെറിയ ക്വാണ്ടിറ്റി, കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ നമ്മൾ ഹാൻഡ് മോൾഡിങ് യൂസ് ചെയ്യും അല്ലേ? കുറച്ച്
ആണ്. അതുപോലെ തന്നെ നമുക്ക് മാൻ പവറും അവൈലബിൾ ആയിട്ടുള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഹാൻഡ് മോൾഡിങ് പ്രിഫർ ചെയ്യുക. നമ്മൾ ഇവിടെ മെഷീൻ മോൾഡിങ് എങ്ങനെ പ്രിഫർ ചെയ്യണമെന്ന് പറഞ്ഞേ, ലാർജ് ക്വാണ്ടിറ്റി, അതായത് കുറേ ക്വാണ്ടിറ്റി, നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി സെയിം ടൈമിൽ, അതായത് ചെറിയൊരു ഷോർട്ട് ടൈമിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ, നമുക്കധികം സമയമില്ല, അതുപോലെ കുറേ ചെയ്യാനുണ്ട്, കുറേ ക്വാണ്ടിറ്റി നമുക്ക് ഇതുപോലെ മോൾഡ് ചെയ്തെടുക്കാനുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, മെഷീൻ മോൾഡിങ് യൂസ് ചെയ്യുക. ഇപ്പം എല്ലായിടത്തും മെഷീൻ മോൾഡിങ് തന്നെയാണ്. നോക്കുക, ഇറ്റ് ഈസ് ഓൾസോ ഹെൽപ്ഫുൾ ഫോർ മോൾഡിങ് ഹാർഡ് ആൻഡ് സ്ട്രോങ് ക്ലേ. അതായത് നമുക്ക് ഹാൻഡ് മോൾഡിങ് ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ക്ലേ ആണെങ്കിൽ ഹാൻഡ് മോൾഡിങ് ചെയ്യുമ്പോൾ നമുക്ക് മാൻ പവർ കുറേ ഉപയോഗിക്കേണ്ടി വരും അല്ലേ, നമ്മൾ കൂടുതൽ സ്ട്രെസ് എടുക്കേണ്ടി വരും, കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മെഷീൻ മോൾഡിങ് ആണെങ്കിൽ നമുക്ക് അധികം പണി വരില്ല, മെഷീൻ തന്നെയാണല്ലോ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഹാർഡായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ക്ലേ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവുന്നത് മെഷീൻ മോൾഡിംഗ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നോക്കുക, ദീസ് മെഷീൻ ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്. 2 മെഷീൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. മെഷീൻസിൻ്റെ പേരാണെന്ത്, പ്ലാസ്റ്റിക് ക്ലേ മെഷീനും ഡ്രൈ ക്ലേ മെഷീനും. നോട്ട് ചെയ്യുക, പ്ലാസ്റ്റിക് ക്ലേ മെഷീനും ഡ്രൈ ക്ലേ മെഷീൻസ്. ഇതിന് പേര് മാത്രം പഠിച്ചാൽ മതി, ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ നോട്ട്സ് അയക്കണ കൂട്ടത്തിൽ അയച്ചു തരാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, നമുക്ക് ഹാൻഡ് മോൾഡിംഗ് ആണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്, 2 മെത്തേഡ്. അതുപോലെ മെഷീൻ മോൾഡിംഗ് എന്താണെന്നുള്ളത് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല. ക്ലേ അതായത് 2 മെഷീൻസ്, അത് മെഷീൻസ് ഏതാണെന്ന് മാത്രമേ നിങ്ങൾ സിലബസിൽ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പോഴും നിങ്ങൾ മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും വലിയ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കില്ല. അതായത് മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്ക് എഴുതാനാണെങ്കിൽ നിങ്ങൾക്ക് 10-15 മാർക്കിന് എഴുതാനുള്ളതുണ്ട് ഇപ്പോൾ, ഇല്ലേ? ആ, അത്രയും നിങ്ങൾക്ക് എഴുതാനുള്ളതുണ്ട്. അത്രയും വലിയ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കുക, അതായത് മോൾഡിങ്ങിന് യൂസ് ചെയ്യുന്നത് ഏതൊക്കെ, മോൾഡിങ് എന്തായിരിക്കാം, അതുപോലെ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ്ങിൽ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ എന്നാണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞ സ്റ്റെപ്പുകൾ 6 പറഞ്ഞതൊക്കെ എഴുതേണ്ടി വരും. അങ്ങനെ ഷോർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കുകയുള്ളൂ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വരില്ല. മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അതായത് ഓരോന്നും ഷോർട്ടായിട്ട് എഴുതിയാൽ മതിയാവും. അത് നമുക്ക് കുറച്ചും കൂടി വിഷയൻ്റെ സമയത്തൊക്കെ പറഞ്ഞു തരാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എഴുതേണ്ടതെന്നൊക്കെ. ഓക്കെ, ആ, നിങ്ങൾക്ക് ഞാൻ ഒരു വട്ടം മോഡൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ. ആ, അപ്പം ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി ഫോട്ടോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ആ, ഓക്കെ, ശരി. അയ്യോ, കോപ്പി അടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. അടുത്ത എന്താണ്, ബേണിംഗ്. അടുത്തതാണ് ബേണിംഗ്. ഇപ്പം നമ്മൾ 2 സ്റ്റെപ്പ് പഠിച്ചു, മാനുഫാക്ചറിങ് ഓഫ് ക്ലേയിൽ അല്ല മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്കിൽ. ഏതൊക്കെ സ്റ്റെപ്സ് പറഞ്ഞേ? ഒന്ന്, ഫസ്റ്റ് വൺ അല്ല, മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്കിൽ 2 പോയിന്റ് നമ്മൾ പഠിച്ചു. എന്താ? പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. ഫസ്റ്റ് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ആണ്. സെക്കൻഡ് വന്നത് സെക്കൻഡ് ഏതായിരുന്നു? മോൾഡിങ്, ഹാൻഡ് മോൾഡിങ്, മെഷീൻ മോൾഡിങ് അങ്ങനെ വന്നു അല്ലേ? മോൾഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്താണ് നമ്മുടെ ബേണിങ്. ബേണിംഗ് എന്ന് വെച്ചാൽ എന്താ? ബേൺ ചെയ്യാം. അല്ല, ബേണിംഗ് അല്ല, ഡ്രൈയിങ്. ബേണിങ്ങിന് മുമ്പുള്ള ഒരു പ്രോസസ്സാണ് ഡ്രൈയിങ്.
അതിലെ ജലാംശം കളയാൻ വേണ്ടി. ഡ്രൈ ആക്കുക. എന്താ ഡ്രൈയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെറ്റ് മാറ്റാന്നുള്ളത്. എന്താ? വെറ്റ് നനവ് കളയാന്നുള്ളതല്ല. അതായത് മോയ്സ്ചർ കണ്ടന്റിനെ ഇല്ലാതാക്കുക, റെഡ്യൂസ് ചെയ്ത് കളയാണ് എന്ത് ചെയ്യുന്നത്? ഡ്രൈയിങ് ചെയ്യുന്നത്. എന്താ ഡ്രൈയിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ വരുന്നത്? മോയ്സ്ചർ കണ്ടന്റിനെ ഇല്ലാതാക്കുക. മോയ്സ്ചർ കണ്ടന്റിനെ കളയുക. അതാണ് നമ്മൾ ഡ്രൈയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക ഡ്രൈയിങ് എന്താണെന്നുള്ളത് നോക്കുക. എന്താ ഡ്രൈയിങ്ങിൽ ഉദ്ദേശിക്കുന്നത്? ദ ഡാം ബ്രിക്സ് ഇഫ് ബേൺസ് ആർ ലൈക്ലി ടു ബി ക്രാക്ക്ഡ് ആൻഡ് ഡിസ്ട്രോയിഡ്. എന്താ പ്രത്യേകത? നമ്മൾ ഈ മോൾഡിങ് ചെയ്തെടുത്ത് വരുന്ന ബ്രിക്കിൽ ക്രാക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ മെഷീൻ മോൾഡിങ് അല്ലെങ്കിൽ ഹാൻഡ് മോൾഡിങ് മര്യാദയ്ക്ക് വരാണ്ടാവുമ്പോഴൊക്കെ ക്രാക്കിങ്സ് ഉണ്ടായിരിക്കും അല്ലേ? ക്രാക്കിങ്സ് ഉണ്ടാവാം സ്വാഭാവികമായിട്ടും. എന്തുണ്ടായിരിക്കാം? ക്രാക്കുകൾ ഉണ്ടായിരിക്കാം. എയർ ബബിൾസിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ കറക്റ്റായിട്ട് ഹാൻഡ് മോൾഡിങ് ചെയ്തപ്പോൾ ഫില്ലാവാത്ത പോർഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം അല്ലേ? പിന്നെന്താ? ഹാൻസ് ദി മോൾഡഡ് ബ്രിക്സ് ആർ ഡ്രൈഡ് ബിഫോർ ദേ ആർ ടേക്കൺ ഫോർ നെക്സ്റ്റ് ഓപ്പറേഷൻ ഓഫ് ബേണിങ്. നമ്മൾ ബേണിങ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഡ്രൈയിങ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ ബേണിംഗ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് ചൂള, ഈ ചൂടാക്കുന്നത് പറഞ്ഞിട്ടുള്ളേ. അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡ്രൈയിങ് ചെയ്തിരിക്കണം. അതായത് മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈയിങ് എന്ന് പറഞ്ഞ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഫോർ ഡ്രൈയിങ് ദ ബ്രിക്സ് ആർ ലേഡ് longitudinally in stacks of width equal to 2 bricks. അതായത് ഈ ഫോട്ടോ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യും? ബ്രിക്കിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. അതായത് മോൾഡ് ചെയ്ത ബ്രിക്കിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. കണ്ടോ? ചെറിയ ചെറിയ സ്പേസും അതിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കും. കണ്ടോ? ക്ലിയർ ആയോ? ഒരു ഫ്രെയിമിൽ നമ്മളിതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. ഇങ്ങനെയാണ് നമ്മൾ ഡ്രൈയിങ്ങിന് ഡ്രൈയിങ് ചെയ്യുക. അതായത് ബേണിങ് ചെയ്യുന്നതിന് മുമ്പ് ഡ്രൈയിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാതാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. അതെങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഫോർ ഡ്രൈയിങ് ദ ബ്രിക്സ് ആർ ലേഡ് ലോഞ്ചിറ്റ്യൂഡിനലി, ലെങ്ത് വൈസ് ആണ് വെക്കുക അല്ലേ? ലെങ്ത് വൈസ് വെക്കുമ്പോൾ എത്ര ബ്രിക്കിൻ്റെ ഇതുണ്ടായിരിക്കും? ഇവിടെ കണ്ടോ? 2 ബ്രിക്ക് കണ്ടോ? ഇവിടെ ഒരു ബ്രിക്ക്, ഇവിടെ ഒരു ബ്രിക്ക്, 2 ബ്രിക്ക് അല്ലേ താഴെയുള്ളത്? അടക്കി വെക്കും. അതാണ് ഈ സ്റ്റെപ്പ് പറഞ്ഞിട്ടുള്ളത്. ഫോർ ഡ്രൈയിങ് ദ ബ്രിക്സ് ആർ ലേഡ് longitudinally in stacks of width equal to 2 bricks. ഓക്കെ, 2 ബ്രിക്കിൻ്റെ വിഡ്ത്ത് വരുന്ന രീതിയിൽ ലോഞ്ചിറ്റ്യൂഡിനലി അതിനെ അറേഞ്ച് ചെയ്ത് വെക്കും. എന്താ? എ സ്റ്റാക്ക് കൺസിസ്റ്റ് ഓഫ് 8 or 10 tiers. അതായത് ഒരു 8 തൊട്ട് 10 വരെ നമ്മളിങ്ങനെ വെക്കും എണ്ണം. ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചു, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, അങ്ങനെ 8 തൊട്ട് 10 സ്റ്റെപ്പ് വരെയൊക്കെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. എന്താ പിന്നെ പറയണത്? ബ്രിക്സ് ആർ ലെയ്ഡ് എലോങ് ആൻഡ് അക്രോസ്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ലെങ്ത് വൈസ് വെച്ചിട്ട് പിന്നെ വിഡ്ത്ത് വൈസ് വെക്കുക. അതാണ് ആ സ്റ്റെപ്പ് പറഞ്ഞത്. ബ്രിക്സ് ആർ ലെയ്ഡ് എലോങ് ആൻഡ് അക്രോസ് ദി സ്റ്റോക്ക്. ആദ്യം എലോങ്ങും അക്രോസ് ആയിട്ടും വെക്കും. ആദ്യം ലെങ്ത് വൈസ് വെച്ചതിന് ശേഷം പിന്നെ വിഡ്ത്ത് വൈസ് വെച്ചിട്ട് അക്രോസ് ആവുന്ന രീതിയിൽ വെക്കും. അതായത് അവൻ്റെ ഇടയിൽ ആ സ്പേസ് വരുന്ന രീതിയിൽ ബ്രിക്കിനെ അറേഞ്ച് ചെയ്യും. ഈ സ്പേസിങ് കൊടുക്കുന്നത് എന്തിനാ?
അതിന് എയർ ആ കണ്ടന്റ് എയർ കണ്ടന്റ്, അതായത് എയറിൻ്റെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, എയറിൻ്റെ സർക്കുലേഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഓൾ ബ്രിക്സ് ആർ പ്ലേസ്ഡ് ഓൺ എഡ്ജ്. എന്താ തെറ്റങ്ങളിൽ, അതായത് എഡ്ജസിലാണ് നമ്മൾ ബ്രിക്ക് അറേഞ്ച് ചെയ്യുന്നത്, ഉള്ളിലല്ല. മനസ്സിലായോ? പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലല്ല ഇപ്പോൾ എഡ്ജസ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത്, എഡ്ജസ് അറേഞ്ച് ചെയ്ത് പോയിട്ടുള്ളത്. ഓക്കെ, ദ ബ്രിക്സ് ഷുഡ് ബി അലൗഡ് ടു ഡ്രൈ ടിൽ ദേ ബിക്കം ലീതർ ഹാർഡ് ഓർ ബോൺ ഡ്രൈ വിത്ത് മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് എബൌട്ട് 2%. അതായത് എന്താ 2% വരെ എന്ത് ചെയ്യും? 2% വരെ എന്ത് ചെയ്യാം? ഡ്രൈ ആവണ രീതിയിൽ നമ്മളിത് വയ്ക്കും. എന്താവരുത്, പിന്നെ ഹാർഡാവരുത്. നമ്മളിത് വെച്ചിരുന്ന് കൂടുതൽ ഹാർഡാവാനായിട്ട് പാടില്ല, കേട്ടോ. കൂടുതൽ ഹാർഡാവാതെ ഒരു 2% വരെയൊക്കെ എന്ത് ചെയ്യണം? പോകുന്ന രീതിയിൽ, മോയ്സ്ചർ കണ്ടൻറ്റ് അതിൽ നിന്ന് റിമൂവ് ആവുന്ന രീതിയിൽ. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു മോൾഡിങ് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് മോൾഡിങ് ആണെങ്കിൽ നമ്മൾ മോൾഡൊന്ന് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുക്കും, വെള്ളത്തിൽ മുക്കിയെടുക്കും അല്ലേ? ആ സമയത്തൊക്കെ ആ ക്ലേയിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അതായത് ആ മോൾഡിലേക്കാണ് നമ്മൾ ക്ലേ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലേയിലും അതുപോലെ വെള്ളം നിൽക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് ഡ്രൈയിങ്ങിൽ ചെയ്യുന്ന. ഡ്രൈയിങ്ങിൽ ഒരു കുറച്ച് പ്രോസസ്സുകൾ വരുന്നുണ്ട്. ഒരു ഡ്രൈയിങ്ങിൽ വരുന്നത് സർക്കുലേഷൻ ഓഫ് എയർ, ഡ്രൈയിങ് യാർഡ്, പീരീഡ് ഫോർ ഡ്രൈയിങ്, സ്ക്രീനിങ് എന്ന് പറഞ്ഞൊരു 4 സ്റ്റെപ്പ് വരുന്നുണ്ട്. 4 സ്റ്റെപ്പ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആവും. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ എടുത്താൽ മതി. ആ അതന്നെ, അതാണ് പറഞ്ഞത്. കൂടുതൽ ഡ്രൈ ആവാനായിട്ട് നിൽക്കരുത്, ഡ്രൈ ആക്കാതെ വേണം ചെയ്യാനായിട്ട്. അതായത് കൂടുതലുള്ള എക്സസ് നിൽക്കുന്ന മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് റിമൂവ് ചെയ്യണം. അത് നമ്മൾ ചെയ്യുക ഓപ്പൺ ആയിട്ടുള്ള എയറിൽ കൊടുക്കുക. അതായത് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസിൽ കറക്റ്റ് എയർ സർക്കുലേഷൻ കിട്ടുന്ന ഒരു പ്ലേസിൽ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മളൊരു ഡ്രൈയിങ് യാർഡ്, ഈ ഓവൻ പോലുള്ള സെറ്റപ്പ് ഇല്ലേ, അതിനാണ് ഡ്രൈയിങ് യാർഡ് എന്ന് പറയുക. നമുക്കിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ്റെ ലാബൊക്കെ ആണെങ്കിൽ ആ ലാബിൽ ഒരു ഓവൺ ഉണ്ടായിരിക്കും. അതായത് ഒരു വലിയ സൈസിൽ ഓവൺ ആയിരിക്കും. ഇതുപോലുള്ള ഡ്രൈയിങ് ആയിട്ടുള്ള പ്രോസസ്സൊക്കെ ചെയ്യാനായിട്ട് ഓവൺ യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണ് ഡ്രൈയിങ് യാർഡ് യൂസ് ചെയ്യുക. പിന്നെ സ്ക്രീനിങ് ചെയ്യും. സ്ക്രീനിങ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പുറത്ത് വെയിലത്ത് കാറ്റും വെളിച്ചമൊക്കെ തട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെ ഓരോന്നായിട്ട് ബ്രിക്ക് ഇങ്ങനെ ഒതുക്കി വെക്കും. ഇങ്ങനെയുള്ളൊരു 4 സ്റ്റെപ്പ് ചെയ്താലാണ് ഡ്രൈയിങ് കംപ്ലീറ്റ് ആവുക. ഇങ്ങനെ 4 ടൈപ്പിൽ നമുക്ക് ഡ്രൈയിങ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നാളെ സൺഡേ ആയതുകൊണ്ട് ക്ലാസ് വെച്ചിട്ടില്ല.